ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. സോയാ സോസിന് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല, എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സവാളക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സവാളക്ക് നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്പോൾ ആ ചെറിയ പീസോട് കൂടി തന്നെ അതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവസാനം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഉപ്പും എരിവൊക്കെ കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ബാലൻസ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലക്ക് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും, 2 ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പാലിന് പകരം മുട്ട എക്സ്ട്രാ എടുത്താലും മതിയാവും. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം തന്നെ കുറച്ച് ബ്രെഡ് എടുത്ത് അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബ്രെഡ് എത്രയാണോ സ്നാക്കിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഓരോ ബ്രെഡും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ നിരത്തി താഴ്ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗത്തേക്കൊക്കെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുകയും ചെയ്യാം. ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഹോൾസൊക്കെ അടച്ചു കൊടുത്തതിന് ശേഷം ഇനി സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒരു ബ്രെഡ് തന്നെ 3 ആക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ സൈഡ് ഭാഗത്തും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡ് ഭാഗവും റൗണ്ടായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഉള്ളിൽ നമുക്ക് എന്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ചിട്ട് തന്നെ ആവണമെന്നില്ല, മുട്ട വെച്ചിട്ടായാലും കുഴപ്പമില്ല, ബീഫോ ഏത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ കഷ്ണം മുറിച്ചിട്ടൊക്കെ ആയിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം.
എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ മുകളിലൂടെയും സൈഡിലൂടെ എല്ലാ ഭാഗത്തേക്കൂടെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. മുകൾ ഭാഗമൊക്കെ മുട്ടൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഓയിൽ പുരട്ടിയിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മുമ്പ് ഇതേ രീതിയിൽ മധുരം വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.